Hi, I am Rogis Jose, Managing Director of Alpha Academy. 2022 NEET examination base ചെയ്തിട്ട് 2022-23 അക്കാഡമിക് ഇയറിൽ MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഈ 3 സെക്ടറിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള 3 കോഴ്സുകൾ MBBS, BDS, BSc നഴ്സിംഗ്. ഈ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ഒക്ടോബർ 11 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 5 അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ് ഈ 2 കോഴ്സുകളുടെ മുഴുവൻ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ചെയ്യും. അതിൽ ആദ്യത്തെ 4 അലോട്ട്മെൻറ്റിലാണ് MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. ഈ 5 അലോട്ട്മെൻറ്റുകളിലും നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്കിനെ ബേസ് ചെയ്ത് ഒരു കാൻഡിഡേറ്റിന് പങ്കെടുക്കുവാൻ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് NDAയുടെ വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ഈ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഓൺലൈൻ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ പെർമിഷൻ ലഭിക്കുക. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 11 മുതൽ 17 വരെയാണ് ഫസ്റ്റ് രജിസ്ട്രേഷനുള്ള ടൈം. ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുവാൻ നാം ചെയ്യേണ്ടത് NDAയുടെ വെബ്സൈറ്റായ mcc.nic.in ഈ വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നാം രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കേണ്ടത്. ഈ സമയത്ത് നാം ഏതൊക്കെ കോഴ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്, MBBSനാണോ, BDSനാണോ, BSc നഴ്സിംഗിനാണോ, ഈ 3 കോഴ്സുകളിൽ ഏതൊക്കെ കോഴ്സിന് നാം പങ്കെടുക്കുന്നുണ്ട്, ഇനി ഈ പങ്കെടുക്കുന്ന കോഴ്സുകളിൽ തന്നെ ഏതൊക്കെ ക്യാമ്പസുകളിലേക്കാണ്, ഗവൺമെൻറ് സീറ്റുകളിലേക്ക് മാത്രമാണോ അതോ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് നാം പങ്കെടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നാം പങ്കെടുക്കുന്നുണ്ടോ, ഇതുപോലെ കോഴ്സുകളും ക്യാമ്പസുകളും സെലക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നാം രജിസ്ട്രേഷൻ ഫീ ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടത്. ഒരു വിദ്യാർത്ഥിക്ക് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ 1000 rupees മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ വരിക. കൗൺസിലിംഗ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുന്നതിന് 10,000 rupeesൻ്റെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റും അടയ്ക്കേണ്ടതുണ്ട്. അതായത് ടോട്ടൽ 11,000 rupees ആണ് ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. ആ സ്ഥാനത്ത് തന്നെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലും കൂടെ നാം സെലക്ഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 2 lakh rupees ആണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റായിട്ട് അടയ്ക്കേണ്ടത്. 5,000 rupees ആണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ 2,05,000 rupees ഡീംഡ് യൂണിവേഴ്സിറ്റിയും കൂടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഫീസായിട്ട് റെമിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ SC ST റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 500 rupees രജിസ്ട്രേഷൻ ഫീയും 5,000 rupees സെക്യൂരിറ്റി ഡിപ്പോസിറ്റും ചേർത്ത് 5,500 rupees ആണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്ത് ഫീസ് അടച്ച് ഒക്ടോബർ 17 മുൻപായി രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 14 മുതൽ 18 വരെ നടക്കുന്ന ഓൺലൈൻ കൗൺസിലിങ്ങിൽ ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഒക്ടോബർ 14 സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ പറ്റുക. അങ്ങനെ 14 18 ഇടയ്ക്കായി ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്തുകൊണ്ട് ഒക്ടോബർ 21 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നാം കൊടുത്ത കോളേജിനെയും കോഴ്സിനെയും ബേസ് ചെയ്തിട്ട് നമുക്കൊരു കോളേജ് അലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒക്ടോബർ 22 28 ഇടയിലായി കോളേജുകളിൽ പോയി നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻസുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് നാം അഡ്മിഷൻ നേടുകയും വേണം. ഇങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക.
ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നവംബർ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് മോപ്പപ്പ് റൗണ്ട് ഉണ്ട്. അതിനുശേഷം നാലാമതായിട്ട് സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ഉണ്ട്. ഈ 4 റൗണ്ടിലാണ് MBBSൻ്റെയും BDSൻ്റെയും BSc നഴ്സിംഗിൻ്റെയും ഗവൺമെൻറ് സെക്ടറിലെയും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും സീറ്റുകളെല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും സീറ്റുകൾ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഈ 5ാമത്തെ അലോട്ട്മെൻറ്റിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ സീറ്റിലേക്ക് അതിന് എലിജിബിലിറ്റി ഫീസ് അടച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സീറ്റുകൾ മാത്രമായിരിക്കും 5ാമത്തെ അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യുകയും ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വഴി ഡയറക്റ്റായി അഡ്മിഷൻ ഫില്ല് ചെയ്യുകയും ചെയ്യുക. ഇനി നാം കണ്ടു MBBSൻ്റെയും BDSൻ്റെയും BSc നഴ്സിൻ്റെയും കോഴ്സുകളെക്കുറിച്ച്. ഇനി ഈ കോഴ്സുകൾ പഠിക്കുന്ന വിവിധ ക്യാമ്പസുകൾ നമുക്കറിയാം. MBBSൻ്റെ ഏറ്റവും മികച്ച ക്യാമ്പസുകളൊന്നായ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് AFMC. ഈ AFMCയുടെ ക്യാമ്പസിലേക്കുള്ള സീറ്റും ഫില്ല് ചെയ്യുന്നത് ഈ ഓൺലൈൻ പ്രോസസ്സിങ്ങിലൂടെ തന്നെയാണ്. നാം ഈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കോഴ്സുകളും ക്യാമ്പസുകളും സെലക്ട് ചെയ്യുന്ന സമയത്ത് AFMCയിൽ എന്നെ കൺസിഡർ ചെയ്യണമെന്ന് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് AFMCയിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും എലിജിബിലിറ്റി നേടാൻ സാധിക്കും. ഈ AFMC പോലെ തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മറ്റൊരു ക്യാമ്പസാണ് എയിംസിൻ്റെ ക്യാമ്പസ്. എയിംസിൻ്റെ മുഴുവൻ ക്യാമ്പസുകളിലെ സീറ്റുകളും ഫില്ല് ചെയ്യുന്നതും അതുപോലെ ഈ NDAയുടെ കൗൺസിലിങ്ങിലൂടെയാണ്. അതിനോടൊപ്പം തന്നെ ജിപ്മറിൻ്റെ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ജിപ്മറിൻ്റെ ക്യാമ്പസുകളിലും ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റുകളും ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളുടെ 15% സീറ്റും അതുപോലെ തന്നെ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ ഫില്ല് ചെയ്യുന്ന ക്യാമ്പസുകളിലേക്കും നാം അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ ഈ കോഴ്സുകളിലേക്കും ഈ ക്യാമ്പസുകളിലേക്കും സെലക്ട് ചെയ്യണമെന്ന് ടിക്ക് മാർക്ക് നാം കൊടുത്തു വേണം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുവാൻ. 3 സ്റ്റെപ്പുകളായാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആദ്യമായി കാൻഡിഡേറ്റിൻ്റെ നോർമൽ പേഴ്സണൽ ഡേറ്റാസ് എല്ലാം എൻട്രി ചെയ്യുക. എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് മെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ എൻട്രി ചെയ്തുകൊണ്ട് നാം ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡുമുള്ള ഒരു രജിസ്റ്റേർഡ് ലോഗിൻ നാം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാം ഏതൊക്കെ കോഴ്സുകൾക്ക് ഏതൊക്കെ ക്യാമ്പസിലേക്കാണ് നാം പങ്കെടുക്കുന്നത് എന്ന് സെലക്ട് ചെയ്യുക. ഗവൺമെൻറ് സെക്ടർ മാത്രമാണോ, BSc നഴ്സിംഗിനും പങ്കെടുക്കുന്നുണ്ടോ, AFMCക്ക് പങ്കെടുക്കുന്നുണ്ടോ, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് പങ്കെടുക്കുന്നുണ്ടോ, ഇതുപോലുള്ള ഓരോ സെക്ടറുകളെക്കുറിച്ചും നാം ടിക്ക് ചെയ്യുക. ഇങ്ങനെ ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കൃത്യമായി ചെയ്യുന്നതിലൂടെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി നേടിയെടുക്കാം. ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നൊരു കാര്യമാണ്. നാം പങ്കെടുക്കുന്ന കോളേജുകളുടെയും കോഴ്സുകളെയും ബേസ് ചെയ്തിട്ട് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് അത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് റെമിറ്റ് ചെയ്യാം. 11,000 ആണോ, 2,05,000 ആണോ, 5,500 ആണോ എന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ഇതിനേക്കാൾ പ്രാധാന്യമുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നാം കൃത്യമായി എങ്ങനെയാണ് ഒരു കോളേജും കോഴ്സും സെലക്ട് ചെയ്യുക. ഒക്ടോബർ 14-ാം തീയതി മുതൽ നടക്കുന്ന ഈ ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് നാം കൃത്യമായി ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങും അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്ന് വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഇത് ചെയ്യുന്ന സമയത്തും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ഏതൊരു സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.